എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. പ്രിയക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ വചനം ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവമക്കൾക്ക് കൂടിവരുവാൻ കുറച്ച് പേരെ ഉള്ളൂ എങ്കിലും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ആ സ്വർഗത്തിൻ്റെ കലവറ ഒന്ന് തുറന്നു കിട്ടുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. നമുക്കെല്ലാവർക്കും ആവശ്യമായ ദൂത് ഇന്ന് കർത്താവ് തരുവാൻ, ആവശ്യമായ ആഹാരം ഇന്ന് നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോട് അത് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ, നന്ദി കർത്താവെ. ഇത്രയും പേരെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ, നന്ദി കർത്താവെ. കൂടി വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മകനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം ധ്യാനിച്ച മകള്, ആത്മീയ ഗീതം പകർന്നു വന്ന മകള് എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാപന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മകനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഇതിൽ നിന്ന് കൂടി വരുവാൻ കഴിയാതെ പോയവര്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപയും വഴി നടത്തിക്കൊണ്ടായിരിക്കണം. നിർദ്ദേശത്തിന്റെ മറ്റ് ഭാഗങ്ങൾ നടക്കുന്ന വചന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടെ വചനമായി എഴുന്നേൽക്കുന്ന മക്കള് കർത്താവ് അനുഗ്രഹിക്കണം. അടിയനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരും. ശുശ്രൂഷിപ്പാനുള്ള കൃപ അവിടുന്ന് തരണം. അവിടുത്തെ ഹിതപ്രകാരം ശുശ്രൂഷിപ്പാനുള്ള കൃപ, കർത്താവിനെ ഉയർത്തുന്ന മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയായിരിക്കാൻ അടിയന ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കുന്നു. അവിടുന്ന് മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. പുഴ നിർത്തും. സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് 14 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. 14-ാം സങ്കീർത്തനം 2-ാം വാക്യം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത് എല്ലാം. 14-ാം വാക്യം. ദൈവത്തെ അന്വേഷിക്കാൻ ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 51-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതിൽ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 14-ാം സങ്കീർത്തന 2-ാമത്തെ വാക്യത്തില് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 53-ാം സങ്കീർത്തനം 2-ാം വാക്യത്തില് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ
ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കും. ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവില്ല. അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ എന്ന് പറഞ്ഞെടുത്തിരിക്കുക. 51-ാം സങ്കീർത്തനത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് പുത്രന്മാരെ നോക്കുന്നു എന്നുള്ളതാണ്. 14-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങളുമുണ്ട്. 14-ാം സങ്കീർത്തനത്തില് 7 വാക്യങ്ങളാണെങ്കിൽ 53-ാം സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളേ ഉള്ളൂ. അതിന്റെ 5-ാമത്തെ വാക്യം 14-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യം അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ എന്നാണ്. 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയം ഉണ്ടായി. നമ്മൾ 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും താരതമ്യം പഠിക്കുക എന്നുള്ളതല്ല ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. ഞാൻ അതിൽ അല്പമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും വചനം പഠിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കാര്യങ്ങൾ, ലഭിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ പഠിക്കുക. വചനം നുറുക്കി നമ്മൾ പഠിക്കണം, ആഴത്തിലും പഠിക്കണം, ധ്യാനിച്ച് പഠിക്കണം. വചനം ഞാൻ കഴിഞ്ഞ ഒരു ശുശ്രൂഷയിൽ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കുവാനുള്ളതല്ല, മനോരമയും ഇങ്ങനെ നീണ്ട കഥകളും അതൊക്കെയാണ് വായിക്കാനുള്ളത്. ബൈബിൾ ധ്യാനിക്കാനുള്ളതാണ്, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ധ്യാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ധ്യാനവാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കും. അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ചിന്തിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ ആണ്. 2 സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നുള്ളത്. ഈ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാണ്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് എന്ന് പറയുവാനുള്ള കാരണം ഇതില് ഇന്ന് ഒരു എക്കോ പോലെ വരുന്നുണ്ടല്ലോ രുചി. ഇന്ന് ഈ ശുശ്രൂഷയിൽ ആദ്യം മുതലേ അത് കാണുവാനായിട്ട് കഴിഞ്ഞു, രജിയുടെ ആമുഖത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ധ്യാന സങ്കീർത്തനത്തിൽ 24-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം, ഞാൻ ഇന്ന് ധ്യാനിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം അവിടെ കിടക്കുന്നത്. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അവിടെ വളരെ വ്യക്തമായിട്ട് ആ വേദഭാഗം പറയുകയാണ്. എന്താണ്? ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, രജി അതവിടെ പറഞ്ഞായിരുന്നു, ആ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാകുന്നു അന്വേഷിക്കുന്നവരുടെ തലമുറ എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ധ്യാന സങ്കീർത്തനത്തില് അത് നമുക്ക് കേൾപ്പാനായിട്ട് കഴിയും. ഇന്നത്തെ ആത്മീയ ഗീതത്തിലും ഇത് നമുക്ക് കേൾപ്പാനായിട്ട് കഴിഞ്ഞു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. അന്വേഷിക്കുക, ഇന്ന് ദൈവത്തെ അന്വേഷിക്കുക. ഇന്നത്തെ ചിന്താവിഷയം അതാണ്. അപ്പൊ പറഞ്ഞ ധ്യാന സങ്കീർത്തനത്തിലും ആത്മീയ ഗീതത്തിലും ഇത് ചിന്താവിഷയം കയറി വരുമ്പോൾ ആ പ്രധാന വിഷയവുമായിട്ട് അത് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു ചങ്ങല പോലെ അതിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ കൃപയാണ്, ദൈവം അത് ഒരുക്കിയതാണ്, അത് ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശുശ്രൂഷ നമ്മളിവിടെ കുടിയേറുമ്പോഴുള്ള അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടിവാതില് നമ്മൾ അവിടെ തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. ഇന്നെല്ലാവരും ഈ പ്രാർത്ഥനയോടെ ഇനി കേൾപ്പാനായിട്ട് കഴിയുന്നുവെങ്കിൽ ആ ദൈവഹിതപ്രകാരമുള്ള ആലോചനകൾ നമുക്ക് കേൾപ്പാനായിട്ട് കഴിയും. അപ്പോ ഞാൻ ഈ വാക്യത്തെ ചിന്താ വിഷയത്തെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞ 3 ചിന്തിക്കുകയാണല്ലോ. ഒന്ന്,
ആ മനുഷ്യപുത്രന്മാർ നോക്കുന്നു എന്നുള്ളത്, ദൈവം ആ നോക്കുന്നു എന്നുള്ളത് 33-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. വീണ്ടും മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പോ നമ്മെ നോക്കുന്ന ദൈവം, നമ്മെ കാണുന്ന ദൈവം, നമ്മെ കേൾക്കുന്ന ദൈവം, ദൈവ മക്കളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. എന്നെ നോക്കി കാണുന്ന ഒരു ദൈവം, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ, അവന്റെ ബലം, അവന്റെ ശക്തി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ആ മലാക്കിയുടെ പുസ്തകത്തിൽ അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അത് ഭക്തന്മാര് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന്, ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ആത്മറിവിലായിരിക്കും സംസാരിക്കുന്നത്, അത് ആത്മീയ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, ദൈവീക കാര്യങ്ങളായിരിക്കും അവിടെ സംസാരിക്കുന്നത്. അവിടെ പഴികൾ ഉണ്ടായിരിക്കില്ല, ദുഷികൾ ഉണ്ടായിരിക്കില്ല, അസൂയയുടെ വാക്കുകൾ ഉണ്ടായിരിക്കുകയില്ല, പൊട്ടിച്ചലുകൾ ഉണ്ടായിരിക്കുകയില്ല, ചീത്ത വാക്കുകൾ ഉണ്ടായിരിക്കുകയില്ല. ഭക്തന്മാരാണ് അതിന്റെ പ്രത്യേകത. ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അപ്പോഴും ദൈവ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ നമ്മൾ ഇതൊരു വിഷയമായിട്ട് പഠന ക്ലാസ്സായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവം ഇത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മെ നോക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മെ അവൻ കാണുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ ആ വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ അതിൻ്റെ അകത്ത് ബുദ്ധി ഉള്ളവർ എന്നുള്ളതാണ്. ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. കൃത്രിമമായിട്ട് ഇപ്പോ ഞാൻ സംസാരിക്കുന്നത് പോലെ എൻ്റെ രൂപവും എൻ്റെ ഫോട്ടോയും വെച്ച് കൃത്രിമമായിട്ട്, അതായത് നിർമ്മിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഏറെ പ്രയോജനങ്ങളുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഒത്തിരി ദോഷവശങ്ങളുമുണ്ട്. ഞാൻ സംസാരിച്ചു, ഞാനാണ് സംസാരിച്ചത് എന്ന് ഉള്ള രീതിയിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ഈ സാങ്കേതിക വിദ്യ, ഈ ബുദ്ധി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ 21-ാം നൂറ്റാണ്ടില് അതിബുദ്ധിമാന്മാരായിട്ടുള്ളവർ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട്, ഗുണത്തിനായിട്ട് അവരുടെ ബുദ്ധിയിൽ പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദോഷത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് അനേകർ അത് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ ധ്യാന സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിന്റെ തൊട്ട് മുമ്പ് ബുദ്ധി എന്നുള്ളതിന്റെ നേരെ അതിന്റെ വിപരീത പദമായിട്ടുള്ള കാര്യം, ബുദ്ധിമാന്മാര് എന്ന് പറയുമ്പോൾ അതുപോലെ അതിന്റെ എതിർപദമായിട്ട് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ എന്നുള്ളതാണ്. ബുദ്ധിയില്ലാത്തവരെ ദൈവവചനം ഇത് മൂഢൻ എന്നുള്ളതാണ്. മൂഢന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ദൈവമില്ല എന്നുള്ളതാണ്. അവൻ നന്മ ചെയ്യുന്നില്ല, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, അവൻ യഹോവയോട് അവൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ആ വാക്യത്തിൽ. അപ്പൊ മൂഢനെ കുറിച്ചും ദൈവവചനത്തില് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തില് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സുപരിതമായ ഒരു മൂഢ എന്നുള്ള വിളി അവിടെ നമുക്ക് കേൾപ്പാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തില് ധനവാനായ ഒരു കൃഷിക്കാരൻ, നമുക്ക് സുപരിതമായ വേദഭാഗമാണല്ലോ. വിളവും പ്രതീക്ഷിക്കാത്ത വിളവൊക്കെ കിട്ടി, പത്താഴങ്ങൾ അറകളും ഒക്കെ നിറഞ്ഞ് അവന് പറഞ്ഞ് ഞാൻ ഇനി അനേകകാലം ജീവിക്കും, കുടിക്കും, തിന്നും, ആനന്ദിക്കും,
എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് മൂഢ ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ. ലോകപ്രകാരം അവന് വലിയ ബുദ്ധിയുള്ള കാര്യമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് നിഗളിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, നീ മൂഢനാണ്. എന്തുകൊണ്ടാണ് മൂഢനാ പറയുവാൻ കാരണം? നീ ദൈവവിഷയമായി സമ്പന്നനാകുന്നത്. ദൈവവിഷയമായി സമ്പന്നനാകുന്നവരെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ദൈവവിഷയമായി സമ്പന്നൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സ്നേഹമാകുന്ന ദൈവം. അത് സ്നേഹിക്കുക, നമ്മളെല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള ദൈവത്തിന്റെ വിഷയം. ആ ദൈവവിഷയം, അതിന്റെ ഏറ്റവും പാരമ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കുക എന്നുള്ളത്. നമുക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ, നമുക്കെതിരായി ദോഷം എന്ന് ചെയ്താൽ അവരെ വെറുക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. അവരെയും സ്നേഹിക്കുക എന്നുള്ളത്, അവരോട് പൊറുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അവിടെ ആ മൂഢ എന്നുള്ള വിളി ദൈവവിഷയമായി സമ്പന്നതയുടെ അനുഭവത്തിലേക്ക് വരും. ഇനി ബുദ്ധിയുള്ളവരെ കുറിച്ച് ദൈവവചനത്തില് ചില കാര്യങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് വരുവാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് സുപരിതമായിട്ടുള്ള വേദഭാഗമാണ്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? ബുദ്ധിയുള്ള മനുഷ്യൻ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, ദൈവവചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പാറമേൽ വീട് പണിത. പാറ എന്ന അടിസ്ഥാനത്തിൽ. അത് കാറ്റ് വന്നു, മഴ വന്നു, വെള്ളം പൊങ്ങി, അതായത് പ്രതികൂലങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്നും, മുകളിൽ നിന്ന് വന്നു, വശങ്ങളിൽ നിന്ന് വന്നു, താഴെ നിന്ന് വന്നു, അതായത് എല്ലാ വശങ്ങളിൽ നിന്നും പ്രതികൂലങ്ങൾ വന്നപ്പോൾ ആ പാറമേൽ വീട് പണിത ആ വീട് വീണു പോയില്ല, അല്ലെങ്കിൽ അത് തകർന്നു പോയില്ല. അതിനെ ഉപമിച്ചിരിക്കുന്നത് ദൈവവചനം കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും. അപ്പൊ ബുദ്ധി, ദൈവം അളക്കുന്ന ഒരുത്തന്റെ ബുദ്ധിയെ അളക്കുന്നത് ദൈവവചനം കേൾക്കുന്നു എന്നുമ്പോൾ മാത്രമല്ല, അത് കേട്ട് അതിന് പ്രകാരം ചെയ്യുന്നുവോ എന്ന് നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പറയും അവൻ ബുദ്ധി ഉള്ളവൻ എന്നുള്ളത്. അല്ലെങ്കിൽ മൂഢ എന്നുള്ളതാണ്. അതായത് മണലിന്മേൽ വീട് പണിതവനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുക. മണലിന്മേൽ വീട് പണിത് നമുക്കറിയാം, കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ, വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞാൽ, അടിച്ചു കഴിഞ്ഞാൽ അത് തകർന്നു പോകും. അതിന്റെ തകർച്ച വലുതായിരുന്നു എന്നാണ് ദൈവവചനം പറയും. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും മണലിന്മേൽ പണിത വീടിന്റെ ആ വീഴ്ച എത്താം. അപ്പൊ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് ദൈവവചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും സ്വർഗത്തിൽ അവൻ ബുദ്ധിയുള്ള മനുഷ്യനോട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. പാമ്പിനെ പോലെ ആയിരിക്കണം എന്നല്ല പറഞ്ഞു. ദൈവ ഉൽപ്പത്തി പുസ്തകം ആദ്യ ഭാഗത്ത് തന്നെ പാമ്പിനെ കുറിച്ച് പറഞ്ഞത് ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും കുൽസിത ബുദ്ധിയുള്ള ജീവിയായിട്ടാണ് പാമ്പിനെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പാമ്പിന്റെ അനേക ദോഷവശങ്ങളിൽ നിന്ന് ഒരു നല്ല ഒരു സ്വഭാവം അത് മാത്രം എടുക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. പാമ്പിന്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പിന് അതിനെന്തെങ്കിലും അപകടം വരുന്നുവെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് അതിന് കഴിയും. അത് തന്നെയല്ല, പെട്ടെന്ന് ആ അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുവാനുള്ള കഴിവും പാമ്പിനുണ്ട്. അതാണ് പാമ്പിനെ പോലെയുള്ള ബുദ്ധി. നമ്മുടെ അപകടം പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ഈ ലോകജട പിശാചിന്റെ അനുഭവം ഉള്ളപ്പോൾ പിശാച് എപ്പോഴും അപകടം അല്ലെങ്കിൽ കെണി ഒരുക്കി വച്ചിരിക്കുകയാണ്. ദൈവമക്കളുടെ ഓരോ ചുവടിലും കെണി വച്ചിരിക്കുക, അപകടം പതിഞ്ഞ് വച്ചിരിക്കുക. അപ്പോ ആ അപകട സാധ്യത ഒരു പാമ്പ് എങ്ങനെ മനസ്സിലാക്കുന്നുവോ അതുപോലെ ദൈവമക്കള് മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ട് കഴിഞ്ഞിരിക്കണം. അതാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ എന്ന് പറയുവാനായിട്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മൾ പോകുവാനായിട്ട് നമുക്ക് കഴിയും. കാരണം പാമ്പ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്, നമ്മുടെ വാതുക്കൽ തന്നെ ഇരിക്കുകയാണ്. അതിന്റെ ആഗ്രഹം നമ്മോടാണ് അത് എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ, അത് ബുദ്ധി ഉള്ളവർ. അതാണ് ആകെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കാൻ അവിടെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വീണ്ടും 1 കൊരിന്ത്യർ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവർ ആയിരിപ്പിൻ. ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്. അതായത് കുഞ്ഞുങ്ങളുടെ ബുദ്ധി അല്ല നമുക്ക് വേണ്ടത്, മുതിർന്നവരുടെ ബുദ്ധിയാണ് വേണ്ടത്. നമ്മൾ ബുദ്ധിയിൽ മുതിർന്നു വരണം. തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളായിരിക്കും. തിന്മ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ശിശു, ഏറ്റവും താഴെയും, നന്മ ചെയ്യുന്നതിൽ ബുദ്ധിയിൽ അത് മുതിർന്നവരും ആയിരിക്കണം. കാരണം ആ ഒരു വളർച്ച ബുദ്ധിയിൽ വളരുവാനായിട്ട് ഒരു അപ്പോസ്തലൻ പറയുന്നുണ്ട്, കാലം നോക്കിയാൽ നിങ്ങളിപ്പോഴും ഉപദേശകന്മാരും ഇതോ ആയി വളരുവാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്. കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് കഴിപ്പാൻ ഇപ്പോഴും പാലത്രേ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരുവാനായിട്ട്, ആത്മീയമായി വളരുവാനായിട്ട്, ബുദ്ധിയിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയണം. തിന്മയിലെ ശിശുക്കളായിരിക്കാൻ അവിടെ ബുദ്ധിയെ കുറിച്ച് പറയും. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോ അതിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സുപരിതമായ ഒരു ഉപമയുണ്ട്. ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച്, 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞ് അതിൽ ബുദ്ധിയുള്ള 5 കന്യകമാരും ബുദ്ധിയില്ലാത്ത 5 കന്യകമാരും. അത് വിശദമായിട്ട് പഠിക്കുമ്പോൾ അതിൽ ഒത്തിരി സാമ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 10 പേരും കന്യകമാരായിരുന്നു, 10 പേരും വിളക്കും എണ്ണയും എടുത്തായിരുന്നു. 10 പേർക്കും മണവാളൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 10 പേരും ഈ മണവാളനെ കാത്തിരുന്നു. ഈ 10 പേരും കാത്തിരുന്ന് ഉറങ്ങിപ്പോയായിരുന്നു. 10 പേരും മണവാളന്റെ കാഹളധ്വനി കേട്ടപ്പോൾ ഉണർന്നായിരുന്നു. പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്ന് പറഞ്ഞത്. ബുദ്ധിയുള്ളവർ അവരുടെ വിളക്കിനോടൊപ്പം അധികം എണ്ണ കരുതിയിരുന്നു. അതാണ് അവരുടെ ബുദ്ധി, ഒന്നാമത്തെ ഭാഗം എന്ന് പറയും. അവർ വീണ്ടും ബുദ്ധിയുള്ള അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്, മറ്റ് 5 പേർക്ക് എണ്ണ തീർന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല എന്നുള്ളത് ആണ് അവരുടെ ബുദ്ധിയുടെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. അവരവിടെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അത് പ്രയോജനപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പൊ അവിടെ ആ ബുദ്ധിയുടെ 2 തലങ്ങളുണ്ട്. എക്സ്ട്രാ അധികം എണ്ണ കരുതി എന്നുള്ളത് അവരുടെ ബുദ്ധി, രണ്ടാമത് അവർ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല എന്നുള്ളതും ആ ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മളെപ്പോഴും അവർ ഒരുങ്ങി ഇരിപ്പാനായിട്ട് കഴിയുന്ന, ആ ഒരുങ്ങിയിരിക്കുന്നവരെയാണ് ബുദ്ധിയുള്ളവർ എന്നിവിടെ പറയുന്നു. വീണ്ടും ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞാണ് അവരെ സംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവര് ബുദ്ധിയില്ലാത്ത ഗലാത്യർ എന്ന് പറയാൻ കാരണം, അവരൊരു പുതിയ ഉപദേശം കേൾക്കുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ അവരെ പറഞ്ഞ് പ്രസവവേദന അനുഭവിക്കുന്ന അത്രയും വേദനയോടെ കഷ്ടതയോടെയാണ് ദൈവവചനത്തിന്റെ ആഴത്തെ സത്യങ്ങളെ അവരെ ഗ്രഹിപ്പിച്ചത്. ഗ്രഹിപ്പിച്ചിട്ടും വേറൊരു ഉപദേശം വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോ, കാരണം ക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ വരച്ചു കാണിച്ചതാണ്, അതുപോലെ തെളിയിച്ചു കൊടുത്തതാണ്. എന്നിട്ടും വേറൊരു ഉപദേശം വന്നപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോ ബുദ്ധിയില്ലാത്ത കലവ്. ദുരുപദേശങ്ങളും മറ്റു ഉപദേശങ്ങളും മോഹനസുന്ദര വാഗ്ദാനങ്ങളുടെ വാക്കുകളും വരുമ്പോൾ, ഈ ലോക ഇമ്പങ്ങൾ മാടി വിളിക്കുമ്പോൾ, അതും ദൈവവചനം പറഞ്ഞുകൊണ്ട് മാടി വിളിക്കുമ്പോൾ, അതിന്റെ പിറകെ പോകുന്നവരെ നോക്കി സ്വർഗം പറയും മഹാബുദ്ധിയില്ലാത്തവരെ. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്നത്, നന്മയിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് ഇടുക്കത്തിലൂടെയാണ്, മുള്ളും കല്ലും നിറഞ്ഞ വഴിയിൽ കൂടിയാണ്. അതിനെ വിട്ട് വിശാലമായ വഴിയില്, സുഗമമായ പാതയില് ഇങ്ങനെ മാടി വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സമൂഹങ്ങളില് സുവിശേഷകര് പ്രോസ്പെറിറ്റി, സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് മാടി വിളിക്കുമ്പോൾ അതിന് പിറകെ പുഴയ സ്വർഗം അവര് നോക്കി പറയും മഹാബുദ്ധിയില്ലാത്തവര്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പ്രവാചകന്മാർ പറഞ്ഞ് ചിലത് ഇത് വിശ്വസിക്കുന്നവരല്ലേ, എല്ലാം വിശ്വസിക്കുവാനായിട്ട് കഴിയണം. അവരെയാണ് ബുദ്ധിയുള്ളവർ എന്ന്, അല്ലാത്തവരെ ബുദ്ധിഹീനര എന്ന് പ്രവാചകന്മാര് കേൾക്കുന്നു, അല്പമായി കേൾക്കുന്നു. അല്ല, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത ബുദ്ധികളെ. അപ്പൊ സ്വർഗം നോക്കുമ്പോൾ ബുദ്ധിയുള്ളവരാരാണ്, ബുദ്ധിയില്ലാത്ത എന്ന് ചില വചനത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് പറഞ്ഞു വന്നു. ഇനി നമ്മൾ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക്, ദൈവത്തെ അന്വേഷിക്കുന്ന, എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം, എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം. ഇന്ന് ധ്യാന സങ്കീർത്തന ഭാഗത്തു നിന്ന് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചുവല്ലോ. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവിടെ അന്വേഷിക്കുന്നവർ അവർക്ക് അവിടെ വലിയ കൃപ, അനുഗ്രഹം, യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് അവിടെ നീതിയും പ്രാപിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിന് പ്രതിഫലമുണ്ട്. എന്നാ ആത്മീയ ഗീതത്തിലും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അവൻ വാക്കുമാറാത്തവനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവനാണ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹം നിലനിൽക്കുകയാണ്. അപ്പോ ഈ ദൈവത്തെ അന്വേഷിക്കുക, അത് ദൈവമക്കളുടെ അത് കടമ ആണ്. ദൈവജനത്തിലേക്ക് നോക്കും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോ അത് ദൈവമക്കളുടെ കടമയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 26-27 വാക്യം അതിനാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. 27-ാമത്തെ വാക്യത്തിലാണ്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. വീണ്ടും അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. അപ്പൊ ദൈവം നമ്മെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട്. അതാണ് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണല്ലോ, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അത് ഉളവാക്കിയത് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും
അകന്നിരിക്കുന്നില്ല താനും, നമുക്ക് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ തപ്പി നോക്കി അന്വേഷിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും അപ്പൊ എങ്ങനെ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. ദൈവവചനത്തിന്റെ അനേക ഭാഗങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ചെറിയ ശുശ്രൂഷയില് സമയപരിധിയിൽ നിൽക്കുമ്പോൾ 1-2 വാക്യങ്ങൾ മാത്രമേ നമുക്ക് അത് ചിന്തിപ്പാനായിട്ട് സമയമുള്ളൂ. അതിലെ ഒരു പ്രധാന വാക്യമാണ് ആവർത്തന പുസ്തകം 4-29 എന്ന് പറയുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ തിരയണം, അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ. ധ്യാന സങ്കീർത്തനത്തില് അതിന്റെ 6-ാമത്തെ വാക്യത്തില് അതിന്റെ 3-4 വാക്യത്തിൽ അത് എങ്ങനെ എന്ന് അവിടെ അല്പമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും രണ്ട് കണ്ടീഷനേ ഉള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും. പൂർണ്ണ ഹൃദയം പൂർണ്ണ മനസ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മനസ്സ്, കളങ്കമില്ലാത്ത മനസ്സ്, നിർമ്മലമായ മനസ്സ്, നിർമ്മല ഹൃദയം, അന്മനിറവിലുള്ള ഹൃദയം. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ അതാണ് നിർമ്മലമായ ഹൃദയത്തെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവ്. അപ്പൊ പൂർണ്ണമായ ഹൃദയം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കവിഞ്ഞത് ആ പുറത്തു വരുന്നതാണ് നമ്മെ അശുദ്ധമാക്കുന്നത്. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ ലിസ്റ്റ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിദ്വേഷവും നികളും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നീ പൂർണ്ണ ഹൃദയ അനുഭവത്തിൽ, ആ ഭാഗത്തേക്ക് വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഒന്ന് അവിടെ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ അന്വേഷിക്കുകയും ചെയ്താൽ, ഒന്ന് തിരയുകയോ അന്വേഷിക്കുക, ഏതാണ്ട് ഒരുപോലെ ആണെങ്കിൽ രണ്ട് വാക്കുകളിൽ കൂടിയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ചെയ്താൽ അവനെ കണ്ടെത്തും. വീണ്ടും 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. വിശദീകരിക്കാൻ സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, ദൈവത്തിന്റെ ജനം. ആ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകതയാണ് അവർ ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ വേറൊരു കാര്യമാണ്, തങ്ങളെ തന്നെ താഴ്ത്തി. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വരുമ്പോൾ താഴ്മയോടെ ആയിരിക്കും. നമുക്കറിയാം, ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയും പ്രാർത്ഥന നമുക്കറിയാമല്ലോ. അവിടെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ലോകപ്രകാരം വലിയ ശ്രേഷ്ഠമായ പ്രാർത്ഥനയായിരുന്നു, പക്ഷേ താഴ്മയോടെ അല്ലായിരുന്നു. അവന് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് കഴിയില്ല. നമുക്കത് സുപരിതമായ ഭാഗമാണ്. അപ്പോ ഒന്ന്, ഇവിടെ താഴ്മ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വെറുതെ അവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇവിടെ ദൈവസങ്കീർത്തനത്തില് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കാത്തവര് അവര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് തന്നെ ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കാം. അപ്പോ പ്രാർത്ഥിക്കണം, മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ. എങ്ങനെ അന്വേഷിക്കുന്നുവെങ്കിൽ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് കേൾക്കും. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞുവല്ലോ, ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മെ കേൾക്കുന്നവനാണ്, അതും ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനാണ്. അപ്പൊ കേട്ട് നമ്മൾ പാപം ക്ഷമിക്കും. കാരണം നമ്മൾ എപ്പോഴും പാപത്തിന്റെ അവസ്ഥയിലാണ്. നാം ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം, നാം ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നാം പാപത്തിന്റെ അവസ്ഥയിലാണ്. ആ പാപ അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാനായിട്ട് അന്വേഷിക്കുന്നു എങ്കിൽ, അപ്പൊ അവിടെ എങ്ങനെ അന്വേഷിക്കുന്നു എന്നുള്ളത് സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാക്കുകളെ ചുരുക്കുവാനായിട്ട് യെശയ്യാപ്രവചനം 55-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിപ്പീൻ.
കണ്ടെത്താവുന്ന സമയത്ത്. വിശദീകരിപ്പ സമയമല്ല, വേഗം വാക്യങ്ങളൊന്നും എടുത്തു പോവുകയാണ്. 32 സംഗീതനം അതിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഇത് നിമിത്തം എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലുള്ള 5 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. 32 സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള 5 വരെ വാക്യങ്ങൾ നമുക്ക് സുപരിതമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഒരു ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പാപങ്ങളെ മറച്ചു വച്ചില്ല, ദൈവത്തോട് അറിയിച്ചു, ദൈവം പാപം മോചിച്ചു തന്നു. ഇത് നിമിത്തം ആണ് ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അപ്പൊ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവാനായിട്ട്. അത് വീണ്ടും എപ്പോഴാണ് കണ്ടെത്താവുന്നത്? വീണ്ടും ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അവിടെ ഹൃദയം നുറങ്ങുക എന്ന് പറഞ്ഞാൽ ആ പാപത്തെ ഞാൻ പാപിയാകുന്നു എന്ന് പാപമുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് കരയുന്നവനും അവന് സമീപസ്ഥനാണ്. അന്വേഷിക്കുന്നത് യേശുവിനെ കാണുവാൻ അല്ലെങ്കിൽ ശ്രമിച്ച സക്കായിയെ കുറിച്ച് ദൈവവചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വളരെ നമുക്ക് സുപരിതമായിട്ടുള്ള അനുഭവമാണ്. അവിടെ എന്താണ്? അവിടെ എങ്ങനെയാണ്? അവൻ എരിയോയിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ ബഹുമാനിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുവനാകൊണ്ട് പുരുഷാന നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് കാട്ടതിൽ കയറി അവൻക്ക് ആ കർത്താവിനെ അവിടെ കണ്ടതായിട്ട്. വലിയ പദവിയുടെ അനുഭവത്തിലായ വലിയ ധനവാനായത്. പക്ഷെ അവന്റെ പദവിയോ ധനമോ ഒന്നും അവന് തൃപ്തി വരുത്തിയില്ല. ദൈവത്തെ കർത്താവിനെ അന്വേഷിപ്പാനായിട്ട് അവന് അവിടെ അന്വേഷിച്ച ആ രീതി. ഞാൻ എന്റെ വാക്കുകളിലൂടെ ചുരുക്കട്ടെ. ദൈവത്തെ അന്വേഷിപ്പാനായിട്ട് നമുക്ക് വലിയ പദവികളൊക്കെ ഉണ്ടായിരിക്കും, സമ്പത്തുണ്ടായിരിക്കും, ആരോഗ്യം ഉണ്ടായിരിക്കും, എങ്കിലും ദൈവത്തെ അന്വേഷിപ്പാനായിട്ട്, അത് കണ്ടെത്താവുന്ന കാലത്ത് അന്വേഷിപ്പാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ എളിമയോടെ ദൈവത്തെ അന്വേഷിപ്പാനും അവനെ കണ്ടെത്തുവാനും അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. സ്വർഗം നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.